പണത്തിന് മീതെ പരുന്തും പരുക്കില്ല. അത് ശരിയാണ്, അതാര് പറഞ്ഞാലും സത്യവുമാണ്. അപ്പോൾ ഞാൻ ഈ പണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സർവീസ് ബുക്ക് തിരുത്തി അനധികൃതമായിട്ട് വഴിവിട്ട ഒരു ശ്രമം നടത്തുന്നു പെൻഷൻ വാങ്ങാൻ പഴയ മന്ത്രി കൂടിയായിട്ടുള്ള കെ ടി ജലീലിൻ്റെ ആ ശ്രമം വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊക്കെ കണ്ടറിയാം. എന്തായിരുന്നാലും അത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളിൽ ഇപ്പോൾ ആ MLA തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്, ശ്രീ കെ ടി ജലീൽ. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അധ്യാപക ജോലി രാജിവെക്കേണ്ടി വന്ന വ്യക്തിയാണ് താൻ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ആണ് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടി വന്നതും അതിനുവേണ്ടി MLA ആയതും മന്ത്രി ആയതും ഒക്കെ കണ്ട കാഴ്ചയാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹം പറയുന്നൊരു കാര്യം, പ്രത്യേക സാഹചര്യത്തിൽ അധ്യാപക ജോലി രാജിവെക്കേണ്ടതാണ് എന്നും, എന്നാൽ അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ബിസിനസ് നടത്തുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ധനാഗമ മാർഗങ്ങൾക്ക് വേണ്ടിയിട്ടോ ധനസമ്പാദനത്തിനോ വേണ്ടിയിട്ടോ രാജിവെച്ചതല്ല എന്നുകൂടി കെ ടി ജലീൽ വിശദീകരിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം 2006 കുറ്റിപ്പുറത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചത് മുതലുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാവുന്നത്. അത് മുതൽ ഇങ്ങോട്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കെ ടി ജലീലിൻ്റെ കുറിപ്പിനകത്ത് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ നുണക്കഥയും അതിൻ്റെ യാഥാർത്ഥ്യവും എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. തിരൂരങ്ങാടി PSMO കോളേജിൽ 1994 ചരിത്ര വിഭാഗം ലെക്ചററായി കെ ടി ജലീൽ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. 12.5 വർഷത്തിലധികം ആ കോളേജിലെ അധ്യാപനം അദ്ദേഹം നടത്തിയിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നതും ആ വികാസങ്ങൾ ഇവിടെ അരങ്ങേറുന്നതുമൊക്കെ. തീർത്തും വളരെ അവിചാരിതമായിട്ട് അദ്ദേഹം 2006 അന്ന് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറത്ത് നിന്ന് മത്സരിക്കുവാൻ കെ ടി ജലീലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാവും അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന PK കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു അന്ന് കെ ടി ജലീലിൻ്റെ മുഖ്യ എതിരാളി എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയാം അന്ന് കുറ്റിപ്പുറത്ത് നടന്ന തീപാറിയ പോരാട്ടമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീപാറിയ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച കെ ടി ജലീൽ ഏകദേശം 8000-ലധികം വോട്ടുകൾക്ക് അവിടെ നിന്നും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പരാജയപ്പെടുത്തി. അങ്ങനെ 2006 കോളേജിൽ നിന്ന് അദ്ദേഹം ലീവ് എടുക്കുന്നു. 2021 ഏപ്രിൽ വരെ ആ ലീവ് അദ്ദേഹം തുടർന്നു കൊണ്ടുപോകുന്നു. അതായത് ഏകദേശം 15 വർഷത്തോളം. 2021 മെയ്യിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു ഓർഡിനൻസ് ഉണ്ടാകുന്നു. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ജോലി രാജിവെക്കണമെന്നൊരു വിധി ഹൈക്കോടതി പുറപ്പെടുവിക്കുന്നു. അപ്പോൾ എയ്ഡഡ് കോളേജിൽ അധ്യാപകനായിട്ടുള്ള കെ ടി ജലീൽ ആ സമയത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അദ്ദേഹം വോളണ്ടറി റിട്ടയർമെൻറ്റിന് അപേക്ഷിക്കാൻ അപ്പോൾ സമയവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആലോചിക്കാൻ എന്താ ചെയ്യേണ്ടത്, രാജിവെക്കാതെ വേറെ വഴിയുമില്ല. അപ്പോൾ 3 മാസം മുമ്പ് സ്വയം വിരമിക്കലിന് അപേക്ഷ നൽകണമെന്നുള്ള നിലവിലെ വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ 3 മാസത്തിന് മുമ്പ് ഇത്തരത്തിലുള്ളൊരു നിയമം വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈക്കോടതിയിലുള്ള ഒരു വിധിയും വന്നിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അതങ്ങനെ നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ എളിയവനായ കെ ടി ജലീൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം വേറൊരു ന്യായം കൂടി പറയുന്നുണ്ട്. അതാണെങ്കിൽ 3 മാസം മുമ്പത്തെ ഡേറ്റ് ഇട്ട് സ്വയം വിരമിക്കൽ അപേക്ഷ തനിക്ക് വേണമെങ്കിൽ സമർപ്പിക്കാമായിരുന്നു എന്നും അത് ചെയ്യാതിരുന്നത് മനസാക്ഷി അനുവദിക്കാത്തത് കൊണ്ടാണോ എന്നുള്ള വലിയ മഹാമനസ്കത കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. എത്ര വലിയ ഹൃദയവിശാലതയുള്ള ആളാണ് നമ്മുടെ പഴയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇങ്ങനെയുള്ളൊരു മന്ത്രിയെ, ഇങ്ങനെയുള്ളൊരു MLA മറ്റാർക്കെങ്കിലും ലഭിക്കുമോ അല്ലേ? എന്തായാലും നോമിനേഷൻ സ്വീകരിക്കണമെങ്കിൽ ജോലി രാജിവെക്കണമെന്ന ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവസാനം രാജിക്കത്ത് നൽകാൻ തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ വോളണ്ടറി റിട്ടയർമെൻറ്റ് നടക്കില്ല എന്നുള്ള ഘട്ടത്തിലാണ് ഇങ്ങനൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ രാജിക്കത്ത് നൽകാൻ തീരുമാനിക്കുന്നു. രാജി സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജർ അതിൻ്റെ റെസിപ്റ്റ് അടക്കം കെ ടി ജലീലിന് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ താൻ നോമിനേഷൻ സമർപ്പിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഹൈക്കോടതിയുടെ വിധിക്ക് സ്റ്റേ വരുന്നു. അതായത് ആ ഹൈക്കോടതി വിധി പ്രകാരം അത് വന്നില്ലായിരുന്നെങ്കിൽ 2 വർഷം കൂടി ഇദ്ദേഹത്തിന്
ഈ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാമായിരുന്നു. മാത്രമല്ല ആ നോമിനേഷൻ നൽകിയാൽ അന്ന് ആ നോമിനേഷൻ നൽകാൻ ഒരല്പം വൈകിയിരുന്നെങ്കിൽ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അധ്യാപക വൃത്തിയിൽ നിന്ന് അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. ഇവിടെ നോമിനേഷൻ നൽകേണ്ട പ്രക്രിയ നടക്കുകയും ചെയ്തു. അങ്ങനെ ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്ത പശ്ചാത്തലത്തിലാണ് കെ ടി ജലീൽ തൻ്റെ രാജി ടെക്നിക്കൽ രാജിയായി പരിഗണിക്കണമെന്നും തിരൂരങ്ങാടി കോളേജിൽ ജോലി ചെയ്ത 12.5 വർഷത്തെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെ അനുവദിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം മാനേജർക്ക് ഒരു അപേക്ഷ നൽകുന്നു. അതായത് അദ്ദേഹം പറയുന്നത് തൻ്റെ നിയമനാധികാരി എന്ന് പറയപ്പെടുന്ന മാനേജർ ആയതുകൊണ്ടാണ് ഈ മാനേജർക്ക് അദ്ദേഹം അപേക്ഷ നൽകിയത് എന്നാണ്. തൻ്റെ രാജി അത് ടെക്നിക്കൽ രാജിയായി പരിഗണിക്കാവുന്നതാണ് എന്ന അനുകൂല കവറിംഗ് ലെറ്ററോടുകൂടിയാണ് പ്രസ്തുത അപേക്ഷ അന്ന് കെ ടി ജലീൽ മാനേജർക്ക് സമർപ്പിക്കുന്നത്. മാനേജർ ഇത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹം സർക്കാരിലേക്ക് അയക്കുന്നു. സർക്കാർ അത് സംബന്ധമായിട്ടുള്ള നിയമോപദേശം തേടുന്നു. സർക്കാരിനപ്പോൾ അനുകൂലമായിട്ടുള്ള നിയമോപദേശം കിട്ടുന്നു. തുടർന്ന് ഫയൽ അനുബന്ധ നടപടികൾക്കായിട്ട് ഫിനാൻസിലേക്കും ഹയർ എഡ്യൂക്കേഷനിലേക്കും പോയിരിക്കുകയാണ്. അപ്പോൾ മിനിമം 10 വർഷം സർവീസ് ഉണ്ടായാൽ ആർക്കും പെൻഷൻ ലഭിക്കുവാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. നിർബന്ധിത സാഹചര്യത്തിൽ സർക്കാർ സർവീസിൽ നിന്ന് രാജിവെക്കേണ്ടി വന്ന പലർക്കും പെൻഷനും സർവീസ് ആനുകൂല്യങ്ങളും ഹൈക്കോടതി വിധികളെ തുടർന്ന് തന്നെ കൊടുത്തിട്ടുള്ളതുമാണ് എന്നാണ് പറയപ്പെടുന്നത്. കെ ടി ജലീൽ സാഹിബിന് അങ്ങനെ പറയണമല്ലോ. അങ്ങനെ പറഞ്ഞല്ലേ പൂർത്തിയാക്കാനും പറ്റുമോ? നിർബന്ധിത അവസ്ഥയിൽ ജോലി രാജിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യം കെ ടി ജലീൽ ഉണ്ടായി എന്നുള്ളത് സുവിക്തമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അതിൽ യാതൊരു തര മറച്ചുവെക്കലിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നതിൻ്റെയോ യാതൊരു ആവശ്യവുമില്ല എന്ന് കൂടി അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജോലിയെടുക്കാനോ വിദേശത്ത് പോയി ബിസിനസ് ചെയ്യാനോ ആയിരുന്നില്ല പെട്ടെന്ന് രാജിവെച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കേരള നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത്തരത്തിലൊരു തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടത് എന്നാണ് അതാകട്ടെ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിച്ചിട്ടായിരുന്നില്ല എന്നുകൂടിയുള്ള സൂചനയാണ് കെ ടി ജലീൽ വയ്ക്കുന്നത്. അപ്പോൾ അതുമായി സാമ്പത്തികമായിട്ട് ലാഭമില്ല എന്നുള്ളതാണ് അദ്ദേഹം ഈ MLA ആയതിലൂടെ മന്ത്രി ആയതിലൂടെ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന കാര്യമെന്ന് പറയാൻ. അതായത് ഈ കോളേജിലെ ശമ്പളവും ഒപ്പം തന്നെ MLAയുടെ ഓണററിയൊക്കെ തുലനം ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും അക്കാര്യം ബോധ്യമാവുമെന്നാണ് പറയപ്പെടുന്നത്. ന്യായമായിട്ടും ഒരു എയ്ഡഡ് കോളേജ് അധ്യാപകന് ലഭിക്കേണ്ട അവകാശം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് അദ്ദേഹം നൽകിയതെന്ന് പറയപ്പെടുമ്പോഴും MLAക്ക് ലഭിക്കുന്ന ഓണററിയവും അധ്യാപകന് ലഭിക്കുന്ന ശമ്പളവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും പണവും കളഞ്ഞിട്ടാണ് താൻ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമസഭയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അവിടെയും അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലതയും മഹാമനസ്കതയും നമ്മൾ കാണാതിരിക്കരുത് എന്ന് കൂടി പറയട്ടെ. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ടും അദ്ദേഹം പറയുന്നത് പോലെ ഒരു MLA ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ അവകാശം നിഷേധിക്കുന്നതല്ലേ? അങ്ങനെ നിഷേധിക്കുന്നത് നീതികേടല്ലേ? ഇതൊക്കെയാണ് കെ ടി ജലീൽ സാഹിബിൻ്റെ ചോദ്യമെന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 32.5 വർഷത്തെ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എന്ന് പറയപ്പെടുന്നത് 18.5 സെൻറ്റ് സ്ഥലവും അതിൽ ഏകദേശം 22 വർഷം മുമ്പ് പണി കഴിപ്പിച്ച ഒരു വീടും മാത്രമാണ് എന്നുള്ള സത്യവാങ്മൂലം നൽകുകയാണ്. മാത്രമല്ല പെൻഷൻ അല്ലാതെ മറ്റ് വരുമാന മാർഗങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് സ്വദേശത്തോ വിദേശത്തോ തനിക്കില്ല എന്ന് കൂടി പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം മറ്റൊന്ന് ഇപ്പോഴത്തെ യൂത്ത് ലീഗുകാരെ ഒരു കുത്തുന്നുണ്ട്. അതായത് ഫണ്ട് മുക്കിയും മറ്റുള്ളവരെ പറ്റിച്ചും ആരാൻ്റെ മുന്നിൽ കൈനീട്ടിയുമുള്ള ശീലമില്ലാത്തത് കൊണ്ട് പണസമ്പാദനം നടക്കുന്നില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് ഇപ്പോഴത്തെ PK ഫിറോസ് അടക്കമുള്ള യൂത്ത് ലീഗിൻ്റെ നേതാക്കൾക്കിട്ടുള്ള ഒരു കുത്തുകൂടിയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. നേതാക്കന്മാരുടെ സാമ്പത്തിക സഹായവും ഇദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. നാട്ടിൽ നിന്ന് അതുപോലെ തന്നെ 5.25 ലക്ഷം രൂപ മാസശമ്പളം പോക്കറ്റിലാക്കാനുള്ള ബിരുദം ഈ വിനീതനില്ല എന്ന് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് കെ ടി ജലീൽ. അതായത് ശൂന്യതയിൽ നിന്ന് നിരവധി ബിസിനസ്സുകൾ സംരംഭങ്ങളിൽ പങ്കാളികളാകുവാനും അത്തരത്തിലൊരു കറാമത്തും തനിക്കില്ല എന്ന് കൂടി കെ ടി ജലീൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ലീഗിനെ തോൽപ്പിച്ച് മലപ്പുറം ജില്ലയിൽ തുടങ്ങിയ തേരോട്ടം കഴിഞ്ഞ 20 വർഷം പിന്നിടുകയാണ് എന്നും മറ്റു പലർക്കും ലഭിച്ച ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ മറ്റു പലർക്കും ലഭിച്ച ആനുകൂല്യം തനിക്ക് മാത്രം കിട്ടാതിരിക്കാൻ 2 പതിറ്റാണ്ട് നിയമസഭാ അംഗമായത് എങ്ങനെയാണ് കാരണമാവുക എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അവസാനിപ്പിക്കുന്നത് പോലും. പക്ഷേ ആ ചോദ്യങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ കെ ടി ജലീൽ സാഹിബേ. കാരണം അധ്യാപക പെൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വഴിവിട്ട ശ്രമങ്ങൾ നടത്താൻ താങ്കൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. 2006-ൽ
താങ്കൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇതുപോലെ നിയമസഭയിലേക്ക് എത്തപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞ 2006 വളരെ പെട്ടെന്ന് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് രാജിവെച്ചത് എന്ന് കൂടി പറയുന്നുണ്ട്. പ്രത്യേക സാഹചര്യത്തിൽ അധ്യാപക ജോലി രാജിവെക്കേണ്ടി വന്നു എന്നാണ് താങ്കൾ പറയുന്നത്. എന്നിട്ട് താങ്കൾ പറയുന്നത് അത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയോ മറ്റ് ധനസമ്പാദനത്തിനോ അല്ല രാജിവെച്ചത് എന്ന് കൂടി പറയുന്നുണ്ട്. എങ്കിൽ എന്തിനാണ് രാജിവെച്ചത്? ജനങ്ങളെ സേവിക്കുവാനാണ് താങ്കൾ രാജിവെച്ചത്. ഒരു MLA സ്ഥാനം നേടിയെടുക്കുവാനാണ് താങ്കൾ രാജിവെച്ചത്. താങ്കൾ അതിനകത്ത് മറ്റും പ്രതിപാദിക്കുന്നത് പോലെ MLAക്ക് ലഭിക്കുന്ന ഓണറേറിയവും ഒരു എയ്ഡഡ് കോളേജ് അധ്യാപകന് ലഭിക്കുന്ന ശമ്പളവും തമ്മിൽ വലിയ അജഗജാന്തര വ്യത്യാസമുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ തന്നെ താങ്കൾക്ക് പണത്തിനോട് ആർത്തിയില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പണത്തിനോട് ആർത്തിയില്ലാതിരുന്ന ഒരാൾ എന്തിനാണ് ഇപ്പോൾ പെൻഷന് വേണ്ടി ആർത്തി കാണിക്കുന്നത് എന്നുള്ളതാണ്. താങ്കളുടെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, ഈ പെൻഷനുകളെല്ലാം താങ്കൾക്ക് ലഭിക്കുന്നുമുണ്ട്. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ 2006 ഒരു പ്രത്യേക സാഹചര്യത്തിൽ താങ്കൾക്ക് ലഭിച്ച പദവിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അധ്യാപക ജോലി രാജിവെച്ച് നിന്ന താങ്കൾ ഇപ്പോൾ പെൻഷന് വേണ്ടി ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുകൂടി താങ്കൾ മറുപടി പറയണം. താങ്കൾക്ക് ആദ്യം പറഞ്ഞ പോലെ എയ്ഡഡ് കോളേജ് അധ്യാപകനിൽ നിന്ന് താങ്കൾ ഈ ഒരു നിയമസഭാ അംഗം എന്ന നിലയിലേക്ക് എത്തുമ്പോഴും ഒരു മന്ത്രിയായി ഇവിടെ വിലസുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു ഇത്തരത്തിലുള്ള മറ്റ് ശമ്പള വ്യവസ്ഥിതികളൊന്നും തന്നെ അല്ലെങ്കിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ താങ്കൾക്ക് ലഭിക്കില്ല, അത് രാജിവെച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ള കാര്യം താങ്കൾക്ക് മനസ്സിലാകുന്നതാണ്. ഇനി പണത്തിനോട് അത്തരത്തിൽ ആർത്തിയില്ല എങ്കിൽ ഞാൻ ആ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതിയാകും. കാരണം ഈ പെൻഷനുണ്ട്, MLAയുടെ പെൻഷനുണ്ട്, ആ പെൻഷൻ വെച്ച് താങ്കൾക്ക് മുന്നോട്ട് പോയാൽ കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് താങ്കൾ ഇവിടെ ഈ കേരള നിയമസഭയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ 20 വർഷക്കാലത്തിലധികമായി ഈ കളി തുടങ്ങിയിട്ട്, രാഷ്ട്രീയ കളി തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താങ്കൾ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിയ ആൾക്ക് പണത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത്രയും മഹാനാണ് താങ്കൾ. പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ഹൃദയവിശാലതയെക്കുറിച്ച് അതിനകത്ത് താങ്കളുടെ കത്തിൽ തന്നെ അത് സൂചിപ്പിക്കുന്നുമുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ KT ജലീൽ സാഹിബ് ഇനിയും ഈ പണത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള വഴിവിട്ട ശ്രമങ്ങൾ നടത്തണ്ട. പിന്നെ താങ്കളുടെ പാർട്ടി തന്നെ ഇടത് മുന്നണി സഹയാത്രികനാണല്ലോ താങ്കളുടെ പാർട്ടി തന്നെ ഭരിക്കുന്നത് കൊണ്ടും താങ്കളുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടും തന്നെ താങ്കൾക്ക് ചിലപ്പോൾ ഏത് വഴിവിട്ട മാർഗത്തിലൂടെയാണെങ്കിലും ഈ പെൻഷൻ കാശ് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് താങ്കൾ വാങ്ങുന്നതിന് വേണ്ടി നടത്തുന്ന ഈ വഴിവിട്ട ശ്രമങ്ങളെയാണ് ഞങ്ങൾ ഇപ്പോൾ ഇത്തരത്തിൽ വിപരീത അർത്ഥം വരുന്ന തരത്തിൽ പറയേണ്ടി വരുന്നത്. അതിനകത്ത് താങ്കൾക്ക് പണം വേണ്ട എന്നുണ്ടായിരുന്നെങ്കിൽ അന്ന് ഈ പറഞ്ഞ പോലെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണ്ടായിരുന്നു. അധ്യാപക വൃത്തി തന്നെ ചെയ്ത് മുന്നോട്ട് പോകാമായിരുന്നു. താങ്കൾ പറഞ്ഞ പോലെ വലിയ നല്ല ശമ്പളം ലഭിക്കുന്ന പണിയായതുകൊണ്ട് ആ ശമ്പളത്തിൽ മുന്നോട്ട് പോകാമായിരുന്നു. മലപ്പുറത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോളേജിന്റെ വരാന്തകളിൽ എവിടെയെങ്കിലും മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു KT ജലീലായിട്ട് നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ താങ്കളെപ്പോലെ ഒരാളെ കുറ്റിപ്പുറത്ത് നിർത്തി മത്സരിപ്പിച്ച് ഇടതുപക്ഷ സ്വതന്ത്രനായി കൊണ്ടുവന്ന് ഈ പല മന്ത്രിസഭകൾ LDFന്റെ മന്ത്രിസഭകൾ മന്ത്രിയാക്കി MLA ആയി കൊണ്ടു നടന്ന 4 ആൾ അറിയുന്ന ഒരു വ്യക്തിയായി മാറ്റി കേരളം അറിയുന്ന ഒരു വ്യക്തിയായി തീരുന്നതിനും ഒപ്പം തന്നെ പണസമ്പാദനം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് സമ്മതിക്കുമായിരിക്കാം. പക്ഷേ ലഭിക്കുന്നത് ഓണറേറിയമാണെങ്കിൽ അതടക്കം വാങ്ങിക്കൊണ്ട് തന്നെയാണല്ലോ മുന്നോട്ട് പോയത്. അങ്ങനെയുള്ള ആൾക്ക് അന്ന് വേണ്ടാത്ത പണം ഇന്ന് എന്തിനു വേണമെന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് KT ജലീൽ മാഷ് മനസ്സിലാക്കേണ്ടത് ഇനിയും ഇത്തരത്തിലുള്ള സാഹസിക പ്രവർത്തനങ്ങൾ നടത്തണ്ട, വഴിവിട്ട ശ്രമങ്ങൾ നടത്തണ്ട. വെറുതെ നിങ്ങൾ സാമൂഹ്യ സേവനം എന്ന് പറയപ്പെടുന്നത് പണത്തിന് വേണ്ടി അല്ല എങ്കിൽ ഈ പെൻഷൻ കാശിന് വേണ്ടി നിങ്ങൾ അലയേണ്ട ആവശ്യമില്ല. സാമൂഹ്യ സേവനം നടത്താൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്നത് കപട സാമൂഹ്യ സേവനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.